ഇവിടെ BJP പറയുന്ന വികസനം എന്ന് പറയുന്നത് ബീഹാറിൽ തേനും പാലും ഒഴിക്കുന്ന നേരത്തെ നന്ദു പറഞ്ഞതുപോലെ ആ കാര്യം ഒരെണ്ണം പോലും അവിടെ ഏശിയിട്ടില്ല. നേരത്തെ നമ്മൾ സംസാരിച്ചിരുന്നത് പോലെയാണ്. നിരവധി ഘടകങ്ങൾ എങ്ങനെയാണ് ജാതി സമവാക്യങ്ങൾ ഉപയോഗപ്പെടുത്താമെന്നുള്ളത് കൃത്യമായി NDAക്ക് അറിയാം, നിതീഷ് കുമാറിനറിയാം, BJPക്കും അറിയാം. അതവർ കൃത്യമായി അവിടെ വർക്കൗട്ട് ചെയ്തു. ഒരു തരിമ്പും ഒരു വികസനത്തിൻ്റെ ഏതെങ്കിലും എടുത്ത് കാട്ടിയിട്ടല്ല BJP അവിടെ NDA അവിടെ വിജയം കൊയ്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ താങ്കൾ കരുതുന്നുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള വികസന മേന്മ ഉയർത്തിക്കാട്ടി ഒരു വോട്ടെങ്കിലും നേടാൻ അവിടെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് NDAക്ക്? അല്ല, ഇന്ന് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് എതിരായിട്ട് ഉണ്ടാകേണ്ട അല്ലെങ്കിൽ ആൻറ്റി ഇൻകംബൻസി എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷം പ്രതിപക്ഷത്തിന് എതിരായിട്ടുള്ളൊരു ആൻറ്റി ഇൻകംബൻസിയായി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രതിപക്ഷം പറയുന്ന ഒരു കാര്യം യഥാർത്ഥത്തിൽ ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്ന് പറയുന്നത് വളരെ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ SIR എന്ന് പറയുന്നത് രാജ്യചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വോട്ട് ചോരി നടക്കുന്നു. ആളുകളെ, നമ്മുടെ ഡെമോക്രസി നിലനിൽക്കുന്നത് തന്നെ ഈ പറയുന്ന രീതിയിലുള്ള ഈ പറയുന്ന വോട്ടെടുപ്പിൻ്റെ ജനാധിപത്യപരമായിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ വോട്ടിനെ അട്ടിമറിക്കാനുള്ളൊരു ശ്രമം നടക്കുന്നു എന്നുള്ള അതീവ ഗുരുതരമായൊരു കാര്യം ഇവിടെ പ്രതിപക്ഷം ഉന്നയിക്കുമ്പോഴും അത് ബീഹാറിലെ അടിസ്ഥാന ജനതയിലേക്ക് എത്തിക്കുന്നതിൽ ഇവിടുത്തെ കോൺഗ്രസിനോ അല്ലെങ്കിൽ മഹാഗഠബന്ധനോ പരാജയം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വളരെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. അത് നമുക്ക് നേരത്തെ തന്നെ സൂചനകൾ ബീഹാറിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. കാരണം ഈ പറയുന്ന കാര്യങ്ങൾ ഇതൊരു പക്ഷേ മറ്റ് പല സ്ഥലങ്ങളിലേക്കും എത്തുന്നുണ്ട്. ഇത് വളരെ സൂക്ഷ്മതയോടുകൂടി വളരെ ഗൗരവത്തോടു കൂടി ജനാധിപത്യവാദികൾ ഇതിനെ എടുക്കുന്നുണ്ട്. പക്ഷേ പ്രശ്നം ഇത് അടിസ്ഥാന ജനതയിലേക്ക് ഈ പ്രശ്നം എത്തുന്നില്ല. അടിസ്ഥാന ജനതയിലേക്ക് എത്തുന്ന പ്രശ്നം മുഖ്യമന്ത്രി മഹിളാ യോജന പോലെയുള്ള പദ്ധതികൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ വരുന്നു, നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് നടക്കുന്നു, നിങ്ങൾക്ക് ഉള്ള സമീപപരമായിട്ടുള്ള കാര്യങ്ങൾ. ഈ നേരത്തെ പറഞ്ഞ BJPയുടെ പ്രതിനിധി പറഞ്ഞാൽ ഒരു കാര്യം കുറച്ച് കാലമായിട്ട് അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അത് ഈ പറയുന്ന ഈ മദ്യനിരോധനമാണ്. മദ്യനിരോധനം ബീഹാറിലെ ഒരു വിധത്തിലുള്ള ഒരു വലിയ പ്രധാനപ്പെട്ട സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഏറ്റിട്ടുണ്ട്. അതിന് വളരെ തീക്ഷ്ണമായ തിരിച്ചടികൾ പല സ്ഥലത്തും ഉണ്ടാകുന്നുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല സ്ഥലത്തും ഏറ്റവും സുലഭമായിട്ടും മദ്യം കിട്ടുമെന്നുള്ള പ്രശ്നമുണ്ട്. നേപ്പാളിൽ നിന്നുള്ള മദ്യത്തിൻ്റെ കള്ളക്കടത്തുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു സൈഡിൽ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇത് ജനങ്ങളെ ബാധിച്ചിട്ടുള്ള കാര്യമാണ്. അത് പ്രവർത്തിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ നോക്കൂ, പ്രതിപക്ഷത്തിൻ്റെ ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് മുകേഷ് സാഹ്നിയായിരുന്നു. മുകേഷ് സാഹ്നിയുടെ വികാസ്ശീൽ ഇൻസാൻ പാർട്ടി എന്ന് പറയുന്ന VIP എന്ന് പറയുന്നത് നിഷാദ് എന്ന് പറയുന്ന ഒരു അതീവ പിന്നോക്ക സമുദായത്തിൻ്റെ ഒരു പ്രാതിനിധ്യമുള്ളതാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചും നമ്മുടെ ഈ ബീഹാറിൻ്റെ ഈ മഗധ് റീജിയനിലായിക്കോട്ടെ, മൈഥിലി റീജിയനിലായിക്കോട്ടെ, സീതാമഢി തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലായിക്കോട്ടെ, അതിൻ്റെ മുകൾ ഭാഗത്ത് ചമ്പാരൻ പ്രദേശങ്ങളിലായിക്കോട്ടെ, ഈ ചമ്പാരൻ സീതാമഢി പ്രദേശങ്ങളിലെല്ലാം നിഷാദ് കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള സമൂഹമാണ്. പക്ഷേ അവരുടെ ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ പാർട്ടിക്ക് ഒരു സീറ്റ് പോലും അവിടെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്.